കോഴ്സ് എടുക്കുന്ന കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഞാൻ മെറ്റ ആഡ്സ് മാത്രം പഠിച്ചാൽ മതിയോ? ബിക്കോസ് ഞാൻ എയിം ചെയ്യുന്നത് മെറ്റ ആഡ്സിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് മെറ്റ ആഡ്സിൻ്റെ കോഴ്സ് മാത്രം മതി, അല്ലെങ്കിൽ എനിക്ക് ഗൂഗിൾ ആഡ്സിൻ്റെ കോഴ്സ് മാത്രം മതി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ സ്റ്റുഡൻസ് അങ്ങനെ എൻക്വയറി ചെയ്യാറുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ അതിലത്തെ ഒരു മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോണ്ടന്റ് ആണ്. നിങ്ങളത് അഡ്വർടൈസ്മെന്റ് ആർക്ക് കാണിക്കുന്നു, ഓഡിയൻസും അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് അതിനകത്ത് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അഡ്വർടൈസ്മെന്റ് കോണ്ടന്റ്, അഡ്വർടൈസ്മെന്റ് ഐഡിയ, അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നിങ്ങളൊരു മെറ്റ ആഡ്സ് എന്ന് പറഞ്ഞ കോഴ്സ് മാത്രം പഠിക്കുമ്പോൾ നമ്മൾ ആ മെറ്റ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞ ടൂളാണ് നമ്മൾ പഠിക്കുന്നത്. ആ ടൂൾ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സ്ട്രാറ്റജി ബിൽഡിങ്ങും ഐഡിയാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണമെന്നില്ല. അത് നിങ്ങൾ ഹോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആയിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ആംഗിളിലും എന്തൊക്കെ രീതിയിൽ ഒരു കമ്പനിക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊരു ഹോൾ കോഴ്സ് ആയിട്ട് പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കത്തുള്ളൂ. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ചെറിയ ചെറിയ കോഴ്സസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നിന്നാൽ ഇതിനെല്ലാത്തിൻ്റെയും ഒരു കണക്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ഇറ്റ്സ് ബെറ്റർ നിങ്ങളൊരു ഫുൾ കോഴ്സ് ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇഫ് യു ഹാവ് എനി അതർ ക്വസ്റ്റൻസ് യു ക്യാൻ കമൻറ്റ് ഓർ മെസ്സേജ് മീ. ഐ വിൽ ട്രൈ ടു മേക്ക് more videos and I hope this video is useful. Follow this page for more updates. Stay tuned for the next video.